വിഴിഞ്ഞം ഫോക്ക്, അതായത് സാറ് ഇവിടുന്ന് 2011 2 ഭൂരിപക്ഷം വെച്ച് പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കുകയാണല്ലോ. അപ്പം മന്ത്രിമാരുടെ ലിസ്റ്റുമായിട്ട് പോയപ്പം ആ ലിസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു നിവേദനം എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പുള്ളി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞിരുന്നു. അന്ന് ജയറാം പടിക്കലിനെയൊക്കെ പോയി, അന്ന് പുള്ളിയായിരുന്നല്ലോ പരിസ്ഥിതി മന്ത്രിയൊക്കെ. അപ്പോൾ പക്ഷേ അതിനകത്ത് നമുക്കൊരു വലിയ സാറിനൊരു വലിയ ചലഞ്ചുണ്ടായിരുന്നു. ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് മറ്റേ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിൽ ആരും പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടപ്പാക്കാൻ അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരില്ല. ആകെയുള്ളത് അദാനിയാണ്. അദാനിയിൽ കൂടി മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് സാറിനും അറിയായിരുന്നു. പക്ഷേ അദാനിയും AICCയും തമ്മിലുള്ള ബന്ധം തീരെ മോശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു കാര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കെ എങ്ങനെ ഉമ്മൻചാണ്ടി സാറിന് AICCയെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അദാനിയുമായി ചേർന്ന് കേരളത്തിൽ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് AICC എതിരായിരുന്നു. പക്ഷേ എങ്ങനെയോ അദ്ദേഹം അത് സാധിച്ചെടുത്തു. അതെങ്ങനെയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ 1-2 തവണ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, AICC എന്ത് പറഞ്ഞാണ് ഇത് സാധിച്ചെടുത്തതെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ല, അത് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത്രയും വലിയ ഡയമെൻഷനുള്ള ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ ആ പദ്ധതി നടപ്പാക്കിയാൽ അതിൻ്റെ നേട്ടം ഇന്ത്യക്കാണ്, കേരളത്തിന് മാത്രമല്ല. ആ രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിച്ചു എന്നാണ് അന്ന് പറഞ്ഞത്. അത് ഒരു ഫാക്ടറായിരിക്കാം. പിന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞു കാണുമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് തവണ ഡൽഹിക്ക് പോവുകയും കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് ശശി തരൂർ, KV തോമസ്, അങ്ങനെ കിട്ടാവുന്ന എല്ലാ സോഴ്സുകളെയും ഉപയോഗിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഇവിടെ പോയി ലത്തീൻ ബിഷപ്പ്മാരെയും മലങ്കരയിലെ ബിഷപ്പ്മാരെയൊക്കെ കണ്ട് അവിടെ സ്ഥലമൊക്കെ ഏറ്റെടുക്കണമല്ലോ, തീരദേശം. അപ്പോൾ അങ്ങനെ അവർക്ക് ആവശ്യത്തിനുള്ള പാക്കേജ് ഉണ്ടാകണം. അങ്ങനെ അതിനെ ഒരു സമഗ്രമായിട്ട് ഫുൾ പ്രൂഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ വിഷണറി ആയിട്ട് നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെയാണ് അത് യാഥാർത്ഥ്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്.